ഹലോ ഗൈസ്, ഇന്ന് പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങുമല്ലേ. അപ്പോൾ എൻ്റെ +2 പഠിക്കുന്ന നാത്തൂന് വേണ്ടിയിട്ട് അവരുടെ സ്കൂളിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്നലെ ഞങ്ങൾ പർച്ചേസിന് പോയിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇന്നലെ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ നിങ്ങളിലേക്ക് എത്തിക്കാനോ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഒട്ടും താമസിക്കാതെ ഇപ്പം തന്നെ എല്ലാം നിങ്ങളോട് പറഞ്ഞേക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ പോകാൻ വേണ്ടി റെഡിയാവണതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ പൊതുവെ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ കണ്ണെഴുതി കഴിയുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ്. എങ്കിലും എനിക്കിപ്പോൾ ഭയങ്കര പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയുണ്ട്, എൻ്റെ ലിപ്സ്റ്റിക്. കൊടുത്ത കാശിന് നല്ല വേർത്തായിട്ടുള്ള ഒരു ഐറ്റം, മാസിൻ്റെ ഗേൾ പവർ 10. എന്താണെന്നറിയില്ല, ആ ഷെയ്ഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിപ്പോൾ. എന്തായാലും പുറത്ത് പോയല്ലേ, എങ്കിൽ പിന്നെ ഇച്ചിരി സുന്ദരിയായേക്കാന്ന് കരുതി. മുഖത്തെ മിനുക്ക് പണികളൊക്കെ എത്ര പെട്ടെന്ന് വേണേലും ചെയ്തു തീർക്കാം. പക്ഷേ മുടി, അത് കെട്ടാനാണ് ഭയങ്കര പാട്. കുറേ കഷ്ടപ്പെട്ടു. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തു, അങ്ങനെ വേണം പറയാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഫ്രണ്ടിൽ സിന്ദൂരം ഇരിക്കണു. ഇനി ഇത് തൊടാത്തതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവിന് വിഷമാവണ്ട, അപ്പോൾ ആൾക്ക് സന്തോഷമായിക്കോട്ടെ. നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി, അങ്ങനെയല്ലേ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ ആറ്റിങ്ങലുള്ള ബഡാ ബസാറിലേക്കാണ് ആദ്യം പോയത്. ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങാൻ കാരണം ലേറ്റായി പോയാൽ തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവിടെ ചെന്നപ്പം കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയി. നിൽക്കാൻ സ്ഥലമില്ല, അതുപോലെ തിരക്ക്. എന്നാൽ പിന്നെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ നോക്കിയേക്കാമെന്ന് കരുതി അമ്മ ഒരു വഴിക്കും ഞാനും നാത്തൂനും മറ്റൊരു വഴിക്കും പിരിഞ്ഞു. കുറേ സ്ഥലങ്ങളിൽ കുറേ സാധനങ്ങൾ എല്ലാം നോക്കിക്കണ്ടു. ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു. ഇടയ്ക്ക് അച്ഛനും ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് എല്ലാ സാധനമൊന്നും കിട്ടാഞ്ഞത് കാരണം രാമചന്ദ്രയിൽ വന്ന് ബാക്കി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. പിന്നെ ഇവിടുന്ന് അല്ലറ ചില്ലറ മറ്റ് സാധനങ്ങളും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിരുന്നു. എന്നാൽ പിന്നെ ചിക്കിങ്ങിൽ കയറി വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് വന്നു. എങ്ങനെയും കഴിച്ചിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു. ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് ഇറങ്ങി. ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട നാത്തൂനും.